2020 റിലീസായ ലവ് ഇസ് സ്വീറ്റ് എന്ന വളരെ രസകരമായ ഒരു ചൈനീസ് കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് ജോയിൻ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ജിയാങ് ഇപ്പോൾ ഒരു പാർട്ടി പോലെയുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര അപ്സെറ്റ് ആയി ആളുകൾക്കിടയിലൂടെ ഓടിപ്പോയി രക്ഷപ്പെട്ട് റൂഫ് ടോപ്പിന് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവളെ എന്താണ് ഇത്രയും അപ്സെറ്റ് ആക്കിയതെന്ന് അറിയില്ല. എന്തായാലും അതറിയാനായി നമുക്ക് നേരെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഇപ്പൊ വളരെ ധൃതി പിടിച്ച് തന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി എത്തുന്ന ജിയാങ്ങിനെയാണ് നമ്മൾ കാണുന്നത്. MH സെക്യൂരിറ്റീസ് എന്ന വലിയൊരു സ്ഥാപനത്തിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവൾ മുന്നേ ഉള്ള കുറെ റൗണ്ട്സ് കടന്നിപ്പോ 4th റൗണ്ട് അറ്റൻഡ് ചെയ്യാനായി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടീം മറ്റു ചില ആപ്ലിക്കൻസ് ഉണ്ട്. അതിൽ ഒരാൾ അവളെ അടുത്തിരുന്നുകൊണ്ട് ഭയങ്കര നെർവസ് ആയി ഇങ്ങനെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്ന അവൾ ഒരു സ്പെയർ ബട്ടൺ അവന്റെ ഷർട്ടിന്റെ അവിടെ നിന്ന് ചോദിച്ചു വാങ്ങി അത് അവിടെയുള്ള ഒരു ചെടിച്ചട്ടിയുടെ അകത്ത് ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാവാതെ അവൻ നോക്കുമ്പോഴേക്കും ഇത് ഒരു പ്രത്യേക ട്രിക്കാണ്. എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോ അതിനർത്ഥം ഈ ഇന്റർവ്യൂ നീ പാസ്സാവുന്ന നിനക്ക് ഗുഡ് ലക്ക് വരുമെന്നാണെന്നല്ല അവൾ പറയുമ്പോൾ അത് അവന് കുറച്ചൊരു സമാധാനം നൽകുന്നുണ്ട്. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ പാസ്സാവുന്ന ഒരു ഉറപ്പ് കണക്ക് അവൾ ഇങ്ങനെ പറയുമ്പോൾ അവനൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് അടുത്തിരുന്ന മറ്റൊരു ആപ്ലിക്കന്റ് ആയ പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. അവളുടെ പേര് ഷെൻ എന്നാണ്. ഷെൻ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ജിയാങ്ങുമായി സംസാരിക്കുകയും അവരോട് പരിചയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റൗണ്ടിന് ശേഷം ഇവരാകട്ടെ 4 പേരാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് നമ്മുടെ ജിയാങ് ഉണ്ട്, മുന്നേ പരിചയപ്പെട്ട ഷെൻ ഉണ്ട്, മുന്നേ ആ പയ്യനുണ്ട്, മറ്റൊരാളും കൂടിയുണ്ട്. ഇന്റർവ്യൂ എടുക്കാനായി അവരുടെ അടുത്തേക്ക് എത്തുന്നത് ഷവോ എന്ന ഒരു പെൺകുട്ടിയാണ്. അവളവിടുത്തെ ഒരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റാഫാണ്. വന്ന പാടെ തന്നെ ഇവരോട് ഇവരെ പറ്റി 15 സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ഇരിക്കാൻ യോഗ്യരെന്നൊക്കെ പറയാനായി പറയുമ്പോഴേക്കും ആ പയ്യന് 15 സെക്കൻഡിനകത്ത് ഒന്നും തന്നെ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജിയാങ് ആകട്ടെ അവൾക്ക് ലവ് വിത്തൗട്ട് വാർസ് ആണ് ഇഷ്ടം. അവൾ ആ രീതിക്കായിരിക്കും ഇവിടെ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നന്നായി തന്നെ പ്രവർത്തിക്കും. പക്ഷെ കൊളീഗ്സിനൊന്നും തന്നെ കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന രീതിക്കൊക്കെ അവൾ പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് ആ വാക്ക് പറഞ്ഞത്. അത് മനസ്സിലാക്കുന്ന ഷവോ എന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല, ഇവിടെ നിങ്ങൾ മാത്രം അങ്ങനെ ഇരിക്കുകയുള്ളൂ, ബാക്കി എല്ലാവരും നല്ല കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ കൂടെ മത്സരിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് അവരോട് പറയുന്നു. എന്തായാലും നിങ്ങളുടെ ഫൈനൽ ഇന്റർവ്യൂ MH ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ യുവാനാണ് എടുക്കുക. എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നോ? ആളൊരു പുലിയാണെന്നല്ല ഷവു അവിടെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ പുലി കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റാരുമല്ല, മുന്നേ പറഞ്ഞ അതേ യുവാൻ തന്നെ. യുവാന്റെ അസിസ്റ്റന്റ് എത്തി സംസാരിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഒന്ന് പോയെന്ന് പറഞ്ഞ് മൈൻഡ് ആക്കാതെ യുവാൻ കിടക്കുന്ന സമയത്താണ് ഇവരുടെ കോമ്പറ്റീറ്റർ സ്ഥാപനമുണ്ട്. അതിന്റെ പേര് GE സെക്യൂരിറ്റീസ് എന്നാണ്. അവരും ഇവരും ഭയങ്കര മത്സരമാണ് ഈ ഒരു ഫീൽഡിൽ. ആ ഒരു സ്ഥാപനത്തെ വലിയൊരു ടെൻഡറിൽ നമ്മൾ തോൽപ്പിച്ചു എന്ന കാര്യം അസിസ്റ്റന്റ് വന്ന് പറയുമ്പോൾ യുവാനെ അത് ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവനൊന്ന് ഉഷാറായി ചാടി എണ്ണീറ്റ് റെഡി ആവാൻ തുടങ്ങുന്ന ടീമാണ് അവിടേക്ക് മുന്നേ കണ്ട ഷവോയുടെ വരവ്. ഷവോ ആട്ടെ യുവാൻ പുതിയ കോട്ടൊക്കെ ഇട്ട് റെഡി ആവുന്നത് കണ്ട് അവളും ആ ഒരു മിററിന്റെ അടുത്ത് വന്ന് നിന്ന് എങ്ങനെയുണ്ട്, ഈ ഡ്രസ്സാണ് ഞാനെന്ന് ഈവനിങ് നടക്കാൻ പോകുന്ന പാർട്ടിക്ക് ഇടുന്നത്, അവിടെ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ അവന്റെ അടുത്ത് നിന്ന് സംസാരിച്ച് ചിരിക്കുമ്പോൾ അവനാകട്ടെ അവളുടെ ബാക്കിലായിട്ട് അവരുടെ നെക്സ്റ്റ് ഒരു പൊട്ടൻഷ്യൽ ക്ലയന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ വൈഫിന്റെ പേര് അറബിക് ലെറ്റേഴ്സിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അവളതൊക്കെ കണ്ടും അവൻ പറയുന്നത് കേട്ടും ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കാണ്. അവൾക്ക് യുവാനോട് ഒരു ക്രഷ് ഉള്ള കണക്ക് തന്നെയാണ് ഷവോയുടെ നിൽപ്പൊക്കെ. എന്തായാലും ഷവോ അപ്പോഴേക്കും ആഫ്റ്റർനൂൺ ആണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 4 പേരാണുള്ളതെന്നും പറഞ്ഞ് ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയിരിക്കുന്ന 4 പേരുടെയും റെസ്യൂമെ നൽകുന്നുണ്ട് യുവാൻ ഒന്ന് പരിശോധിക്കാനായി. യുവാൻ അത് നോക്കുന്ന ടീം പ്രത്യേകമായി ജിയാങ്ങിന്റെ റെസ്യൂമെ പ്രത്യേകമായി അവളൊരു ഫ്രീക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. യാതൊരുവിധ കോമ്പറ്റേറ്റീവ് മൈൻഡും ഇല്ലാത്ത ഒരുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു താല്പര്യം ഇല്ലാതെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഷവോ നൽകുന്നത്. പക്ഷെ യുവാന്റെ ആ റെസ്യൂമെ കാണുന്ന ടീം അതിലേക്ക് കുറച്ച് നേരം എന്തോ ഒന്ന് ആലോചിച്ച് കണക്ക് അവൻ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ജിയാങ്ങിന് ഒരു ശീലമുണ്ട്. അവളുടെ ഒരു സിഗ്നേച്ചർ എന്ന വണ്ണം അവളുടെ എല്ലാ പേപ്പറുകളും അറ്റത്തായിട്ട് ഒരു ഷീപ്പിന്റെ ചിത്രം വരച്ചു വെക്കാറുണ്ട്. സിഗ്നേച്ചർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ കയ്യൊപ്പെന്ന ആ ഒരു രീതിക്കല്ല, മറിച്ച് അവളുടേതായ ഒരു രീതി എന്ന ആ ഒരു രീതിയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പൊ ഈ ഒരു റെസ്യൂമേല് പോലും അവളുടെ ആ ഒരു ഷീപ്പിന്റെ ചിത്രം ചെറുതായിട്ട് അവളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ പ്രത്യേകമായി നോക്കി ചിരിക്കുന്നുണ്ട്. എന്തോ ഒരു ആത്മബന്ധം ഉള്ള കണക്ക്. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി
എടുക്കാനായി ഓഫീസിലേക്ക് അങ്ങനെ എത്തുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. നിനക്ക് ഈ ജോലി കിട്ടും ഉറപ്പാണ്, നിനക്കല്ലാതെ വേറെ ആർക്ക് കിട്ടാനാ, നീയല്ലേ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്ന, ഏറ്റവും മിടുക്കി എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡന്റ് ആയി തന്നെ അങ്ങനെ ജിയാങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോയിരിക്കുന്നു. അവളുള്ള റൂമിൽ അവളുടെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മറ്റു 3 പേരും ഉണ്ട്. അവിടെ ഇന്റർവ്യൂ എടുക്കാനായി യുവാൻ എത്തുമ്പോഴേക്കും പുറകെ ഒരു പരിചയമുള്ള കണക്കൊരു സൗണ്ട് കേട്ട് അവൾ ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ യുവാൻ അവളുടെ മുഖം ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ അവൾ അവിടെ എത്തുമെന്ന് യുവാന്റെ മുന്നേ അറിയാമല്ലോ. അപ്പോൾ അവളെ കണ്ട അവിടെ ഞെട്ടുന്നൊന്നുമില്ല, പക്ഷെ വന്നല്ലോ എന്ന രീതിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ യുവാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്കി 3 പേരും ഏതാണ്ട് ഒരേ കണക്ക് ആൻസർ ആണ് അവിടെ പറയുന്നത്. പക്ഷെ ജിയാങ്ങിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. സെയിം ക്വസ്റ്റ്യന് അവൾ മറ്റുള്ളവരെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതിക്കാണ് ആൻസർ ചെയ്യുന്നത്. അവളുടെ ആൻസർ കൂടെ കേട്ടിരുന്ന മറ്റ് ഉദ്യോഗാർത്ഥികളെയും ഇന്റർവ്യൂ എടുത്ത യുവാനെയും ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. യുവാനായിട്ട് നിന്നെ പോലെ ഒരാൾക്ക് ഇവിടെ ജോലി തരാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് വേണ്ടത് നല്ല ഉഷിരുള്ള ചെന്നായ്ക്കളെയാണ്, അല്ലാതെ ചെമ്മരിയാടുകളെ അല്ല എന്ന് ഒരുമാതിരി കുത്തി സംസാരിക്കുന്നുണ്ട്. ആകട്ടെ ഭയങ്കര കോമ്പറ്റീഷൻ എന്ന രീതിക്കൊന്നും താല്പര്യമില്ല, അവളുടെ ജോലി നല്ലവണ്ണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണല്ലോ ആറ്റിറ്റ്യൂഡ്. അതിനൊന്ന് കൗണ്ടർ ചെയ്യുന്ന രീതി തന്നെയാണ് ചെന്നായ്ക്കൾ മതി, ചെമ്മരിയാടുകൾ വേണ്ടാന്നും കൂടി അവൻ പറഞ്ഞത്. പിന്നെ അവൾക്കാണെങ്കിൽ ചെമ്മരിയാടുകളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് എല്ലാത്തിലും അവൾ ഇങ്ങനെ ചെമ്മരിയാടിനെ വരച്ചു വെക്കുന്നത് കണ്ട് നമുക്ക് മനസ്സിലാക്കാലോ. എന്തായാലും അവൻ ഇങ്ങനെ പറഞ്ഞതിൽ അവൾക്ക് വലിയ അമ്പരപ്പൊന്നുമില്ല. അവൻ താനായതുകൊണ്ട് ഇങ്ങനെ പറയൂന്ന് മനസ്സിലാക്കിയ കണക്ക് അവനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ കിട്ടുന്നു വിചാരിച്ച് വന്ന ജോലി കിട്ടാണ്ടാവുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ അവൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് മുകളിൽ നിന്ന് യുവാൻ നോക്കുന്നത് നമുക്ക് കാണാം. അവളിങ്ങനെ അപ്സെറ്റ് ആയി നടക്കുന്നതിന്റെ ഇടയിൽ ഒരാളെ തട്ടുന്നുണ്ട്. അതും കൂടി ആവുമ്പോൾ ഭയങ്കരമായി തന്നെ അവൾക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്ന ആ കണ്ണുനീര് ഉരുണ്ടിങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാനായി അവൾ മാക്സിമം കണ്ണുനീര് പിടിച്ചു വെക്കാനായി നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ യുവാന്റെ അസിസ്റ്റന്റ് എത്തുകയും ഒരു ബാൻഡേജ് കൊടുക്കുകയും ചെയ്യുന്നു. മുന്നേ അവൾ ഒരാളെ തട്ടിയിരുന്നല്ലോ, ആ ടീം അവളുടെ കാലൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് യുവാൻ കൊടുത്തു വിട്ടതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ആ ബാൻഡേജ് വാങ്ങിച്ച് അയാളോട് ഫോൺ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ വീചാറ്റിൽ നിന്ന് വേഗം തന്നെ യുവാന് ഒരു വോയിസ് അയക്കുന്നു. ഞാൻ തോറ്റുന്നൊന്നും നീ വിചാരിക്കേണ്ട, ഞാൻ അങ്ങനെ തോൽക്കില്ലാന്ന്. തുടർന്ന് ആ ഒരു ബാൻഡേജ് അതേ ഫോണിൽ തന്നെ ഒട്ടിച്ച് ഇത് യുവാനും കൂടി കൊണ്ട് കൊടുത്തേക്കെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അസിസ്റ്റന്റ് അതേപടി അത് യുവാന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. യുവാനായിട്ട് ആ വോയിസ് കേൾക്കുകയും ആ ബാൻഡേജ് ഇങ്ങനെ എടുത്ത് നോക്കുകയും ചെയ്യുന്നു. ഈ ടീം ആ അസിസ്റ്റന്റ് സത്യത്തിൽ അവർ പറഞ്ഞ ആൻസർ അത്ര മോശമൊന്നും അല്ലല്ലോ, ബാക്കിയുള്ളവർ ഒരേ കണക്ക് പറഞ്ഞപ്പോൾ ഇവരല്ലേ വ്യത്യസ്തമായി ആൻസർ ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ നീ ബാക്കി ആരോട് സിമ്പതി കാണിച്ചാലും അവളോട് സിമ്പതി കാണിക്കണ്ട, ഒന്ന് കരയാൻ പോലും തയ്യാറല്ലാത്ത അവൾ ഇവിടെ അങ്ങനെ സർവൈവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നേയില്ല. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫീൽഡ് അവൾക്ക് പറ്റിയതുമല്ല. എന്തായാലും അവൾ വളരെ ടാലന്റഡ് ആണ്, അവൾക്ക് പറ്റിയ ഒരു ജോലി കിട്ടിയേ വേണം. നല്ലൊരു സാലറിയോട് കൂടി, അതായത് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്ന അതേ സാലറിയോട് കൂടി അവൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് കൺസൾട്ടിങ് ഫീൽഡിൽ നീ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഒരു ജോബ് അവൾക്ക് കൊടുക്കുന്ന ഏത് കമ്പനി ആയിക്കോട്ടെ ആ കമ്പനിക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസി സർവീസ് 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് എന്റെ ഓഫർ. ഈ ഓഫർ നീ ആ കമ്പനികളെ അറിയിച്ച് അതിൽ നിന്ന് നല്ലൊരു ജോലി അവൾക്ക് നേടിക്കൊടുക്കണമെന്ന് അസിസ്റ്റന്റിനോട് ജോലിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായി പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ജിയാങ്ങിന്റെ ആ റെസ്യൂമേലും ആ ഒരു ചെമ്മരിയാടിന്റെ ചിത്രത്തിലും യുവാൻ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലം മുതലേ ജിയാങ്ങും യുവാനും പരിചയമുള്ളവരാണ്. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാണ്. ഒന്നിച്ചാണ് ഇവരിങ്ങനെ പഠിച്ചതെങ്കിലും ഒരു വയസ്സിന്റെ വ്യത്യാസം നമ്മുടെ യുവാനുണ്ട്. അവൻ 1 വയസ്സിന് മൂത്തതാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ ബ്രേക്ക് ടൈമില് ക്ലാസ്സിന് പുറത്തിരിക്കുമ്പോൾ ഒരു പ്രാണി ജിയാങ്ങിന്റെ ദേഹത്ത് വന്നിരിക്കുന്നു. അവളത് കണ്ടില്ല. യുവാൻ ആ കാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് പേടിച്ച് അവൾ അവിടെ കരയാനായി തുടങ്ങുന്നുണ്ട്. കരയാൻ തുടങ്ങിയ ഉടനെ തന്നെ അവൾക്ക് ശ്വാസം മുട്ടി തല കറങ്ങി അങ്ങനെ താഴെ വീഴാണ്. തുടർന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ഡോക്ടർ ജിയാങ്ങിന്റെ അച്ഛനോട് പ്രത്യേകം പറയുന്നത് അവളെ ഇനി കരയിപ്പിക്കാൻ പാടില്ല, കരഞ്ഞാൽ ഇതുപോലെ സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് അവൾക്ക് ഉണ്ടാവും. അവൾക്ക് സിവിയർ ടിയർ അലർജി, അതായത് കണ്ണുനീര് ഭയങ്കര അലർജിയുള്ള കാര്യമാണ് ജിയാങ്ങിന് എന്നതാണ്. അങ്ങനെ അത് കേൾക്കുന്ന അച്ഛൻ അവിടെ യുവാനും ഉണ്ടായിരുന്നല്ലോ. യുവാനും അച്ഛനും അറിയാവുന്നതുകൊണ്ട് തന്നെ മോൻ ഇവളെക്കാളും 1 വയസ്സ് മൂത്തതല്ലേ, അപ്പൊ ഇവളുടെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം മോൻ കാണിക്കണം. ഈ കാശ് ഒരു സന്തോഷത്തിന് മോൻ കൈ വെച്ചോ, ഇവള് കരയാതെ നോക്കണമെന്ന് പറഞ്ഞ ഒരു 10 യോൻ ജിയാങ്ങിന്റെ അച്ഛൻ യുവാന്റെ കൈ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ ഇവള് കരയാതെ സ്കൂളിൽ നന്നായി നോക്കിക്കോളാം, എല്ലാ മാസവും 10 യോൻ വെച്ച് തരുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇന്റർവ്യൂ സ്ഥലത്ത് നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തന്റെ ഫ്രണ്ടായ സൂലിയുടെ അടുത്ത് ജിയാങ് എത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ, അവൻ നിന്നെ അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ ചോദിച്ച് സൂലിയും എരിപെരി കയറ്റിക്കൊണ്ടിരിക്കുന്ന ടീം. ആക്ച്വലി അവൻ അവിടെ കാണുന്നത് വരെ അവനാന്ന് ഞാൻ ഓർത്തതേ ഇല്ല. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് രായ്ക്ക് രാമേനം ട്രാൻസ്ഫർ മേടിച്ച് പോകേണ്ടി വന്നത് അവൻ കാരണമായിരുന്നു എന്ന് പറഞ്ഞ് കുട്ടിക്കാലത്ത് നടന്ന എന്തോ ഒരു ഇൻസിഡന്റിന്റെ കാര്യം ആലോചിച്ച് അവൾ ഇപ്പോഴും അവനോട് ഭയങ്കര കലിപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് YS എന്ന ഒരു ഇനീഷ്യലുള്ള വീചാറ്റ് അക്കൗണ്ടിൽ നിന്ന് അവൾക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത്. അവളത് പെട്ടെന്ന് ആരാന്നറിയാതെ എടുത്ത ശേഷമാണ് അത് യുവാന്റെ അക്കൗണ്ട് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ അടുത്ത സെക്കൻഡ് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്ലോക്ക് ചെയ്തത് ഇവിടെ അറിയാതെ യുവാൻ അവൾക്ക് വലിയ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. നീ വളരെ ടാലന്റഡ് ആയ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇതിലും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നിനക്ക് കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി ഇവിടെ നിന്നെ റിജക്ട് ചെയ്തത്. നിനക്ക് ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഞാൻ ഒരു ജോബ് ഓഫർ തരാന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴേക്കും അത് സെൻഡ് ആവുന്നില്ല, റീസെന്റ് കാണിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് അവൾ
അവനെ ബ്ലോക്ക് ചെയ്തു എന്നത് അവന് മനസ്സിലാവുന്നത്. എന്തായാലും അവൻ എന്നെ റിജക്ട് ചെയ്ത അതേ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ഞാൻ ജോലിക്ക് കയറിയിരിക്കും. അവനല്ല എന്റെ കാര്യം തീരുമാനിക്കേണ്ടത്, ഞാനാ എന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അത് അവന് ഞാനിപ്പോ കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് അവൾ മനസ്സിൽ അവൻ തന്നെ റിജക്ട് ചെയ്തത് കൊണ്ട് മാത്രം എങ്ങനെയും ആ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ കയറി പറ്റണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനായിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് അവൾക്കാകട്ടെ ഫ്രണ്ട് ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. ആക്ച്വലി ഈ ഫ്രണ്ടിന് BUI ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ അലയൻസ് കോക്ടെയിൽ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് പോകാനായിട്ടുള്ള ഒരു എൻട്രി പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ ടിക്കറ്റ്. അവിടെ ഒരുപാട് ബിസിനസ് ആൾക്കാർ വരുന്നതാണ്. നിന്നിപ്പോ റിജക്ട് ചെയ്ത യുവാനുള്ള കമ്പനിയിലെ MH സെക്യൂരിറ്റീസ് അതിന്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയ മിസ്റ്റർ ലിന് അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അവിടെ പോവാണെങ്കിൽ നിനക്ക് നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും. നീ വളരെ നന്നായി തന്നെ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തിട്ടും മനഃപൂർവ്വം യുവാൻ നിന്നെ റിജക്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നിനക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതൊരു നല്ല അവസരമായി തോന്നുന്ന ജിയാങ് അങ്ങനെ ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനേ പോകുന്നുണ്ട്. പാർട്ടി അല്ലേ, അതുകൊണ്ട് തന്നെ വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെയാണ് അവൾ പോകുന്നത്. എന്തെങ്കിലും അവിടെ ഇതേ പാർട്ടി അറ്റൻഡ് ചെയ്യാനേ ഡൂലെ എന്ന ബിസിനസ്സുകാരൻ എത്തിയിട്ടുണ്ട്. മുന്നേ പറഞ്ഞില്ലേ യുവാന്റെ ഒക്കെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു സ്ഥാപനം, അതിന്റെ ഹെഡാണ് ഡൂലെ. യുവാൻ ഈ ഒരു കമ്പനിയിൽ വഹിക്കുന്ന അതേ പൊസിഷനാണ് ഡൂലെ മറ്റു കമ്പനിയിലും വഹിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര മത്സരമാണ് കേട്ടോ. എന്തായാലും അവിടെ വെച്ച് മീഡിയക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കരമായ ക്വസ്റ്റ്യൻസ് ഡൂലയോട് ചോദിക്കുമ്പോൾ ഡൂലയ്ക്ക് അത് വലിയ ഇഷ്ടപ്പെടുന്നില്ല. ഡൂലയുടെ കൂടെയുള്ള പെൺകുട്ടിയാണ് ഡൂലെ കൂളാക്കിക്കൊണ്ട് അതിനൊക്കെ ആൻസർ ഒക്കെ പറയുന്നത്. എന്തായാലും അതിന്റെ ഇടയിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ജിയാങ് വൈൻ എടുത്തുകൊണ്ട് തിരിയുമ്പോൾ ഡൂലയെ തട്ടുന്നുണ്ട്. അവന്റെ ദേഹത്തേക്ക് ചെറുതായി വൈൻ വീഴുന്നുണ്ടെങ്കിലും അവൾ സോറി എന്നൊക്കെ പറയുമ്പോൾ അവനത് കാര്യമാക്കാതെ സാരില്ല എന്നൊക്കെ പറഞ്ഞു വിടുന്നു. ഇത് ടീം അവിടെ യുവാൻ എത്തിയത് ജിയാങ് കാണുന്നു. യുവാൻ അവിടെ മീഡിയക്കാരുടെ മുന്നിൽ ഡൂലയെ എരിപിരി കെട്ടുന്ന കണക്ക് ഓരോന്നൊക്കെ അവർ ചോദിക്കുന്നതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ജിയാങ് അവനെ നോക്കി കോണിച്ചു തരാന്ന മട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അവനായിട്ട് ഇവള് കാണിക്കുന്നൊക്കെ കണ്ട് ചിരിച്ചോണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും സൂലി എത്തുന്നു. സൂലി മറ്റാരുമല്ല, നമ്മുടെ ജിയാങ്ങിന്റെ ഫ്രണ്ടിനെ കണ്ടില്ലേ. ജിയാങ് ഇവിടെ എത്തിയതും സൂലിയുടെ സഹായം കൊണ്ടാണല്ലോ. എന്തായാലും അവിടെ വെച്ച് ജിയാങ്ങിന് വേണ്ടി യുവാനോട് റിവെഞ്ച് തീർക്കാനായി സൂലി എല്ലാ മീഡിയക്കാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കുന്നു. അവന്റെ ദേഹത്തേക്ക് അവൾ ഷാമ്പെയിൻ കുറച്ചൊന്ന് സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എത്ര വിളിച്ചു, എന്നെന്താ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്താ എന്നെ പ്രേമിച്ച് പറ്റിക്കാന്നാണോ വിചാരം എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായി തന്നെ അവൾ അവിടെ ഡ്രാമ കളിക്കുമ്പോൾ ആരപ്പോ ഇവളെന്തീ പറയുന്നതെന്ന് പറ്റില്ല ഒന്നും മനസ്സിലാവാതെ യുവാൻ നിൽക്കുമ്പോഴേക്കും അവിടെ മാറിയിരുന്ന ഇത് കണ്ട് തനിക്ക് വേണ്ടി തന്റെ കൂട്ടുകാരി അവനെ എടുത്തിട്ട് പ്രതികാരം ചെയ്യുന്ന കണ്ടില്ലെന്ന് മട്ടില്ല ജിയാങ് നൈസായി ചിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന യുവാന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓ, ഇവര് ഫ്രണ്ട്സ് ആണ്, പ്ലാൻ ചെയ്ത് തനിക്കിട്ട് പണി തരാൻ വന്നതാണെന്ന്. അത് മനസ്സിലാക്കുന്ന അവൻ നേരെ പ്ലേറ്റ് ഇരിക്കുന്നു. നീ ആരാ, എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്, എനിക്ക് പറ എന്റെ ബർത്ത്ഡേ എന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഉത്തരവില്ലാണ്ട് കുഴഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ അവൻ ചോദിക്കുന്ന അവൾ വിചാരിച്ചിരുന്നില്ലല്ലോ. ഇതേ കണ്ടില്ലേ, ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, ആരും അത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. എന്റെ ഗേൾ ഫ്രണ്ട് മറ്റൊരാളാണെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ജിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് യുവാൻ എല്ലാവരും കേൾക്കുക തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഉറക്കെ പറയുമ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. ഇവൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. ഇതേ ടീം ജിയാങ്ങിന് വേണ്ടി പ്രതികാരം വീട്ടാനായിട്ട് അവിടെ വന്ന് ഡ്രാമ കളിച്ച സീലിയും ആകെ ചമ്മി നിൽക്കാണ്. ഈ ഒരു സംഭവത്തില് യുവാന്റെ ഗേൾ ഫ്രണ്ട് എന്ന് അവൻ സംബോധന ചെയ്തതിൽ ആകെ നാണം കെട്ടാണ് റൂഫ് ടോപ്പിന്റെ അവിടെ ചെന്ന് ജിയാങ് നിൽക്കുന്നത്. ഈ കാഴ്ചയാണല്ലോ നമ്മൾ കഥയുടെ തുടക്കത്തിലും കണ്ടത്. എന്തായാലും അവിടെ നിന്നവൾ ആ ഉള്ള ഫ്രസ്ട്രേഷൻ തീരാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് യുവാൻ എത്തുന്നുണ്ട്. പണ്ടുതൊട്ടേ ഇതാണല്ലോ നിന്റെ പരിപാടി, ഇങ്ങനെ റൂഫ് ടോപ്പിന്റെ മുകളിൽ കയറി എന്ന് ആക്ഷൻ കാണിച്ച വലിയ സംഭവം എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ കളിയാക്കുമ്പോൾ അവൾ തിരിച്ച് അവനോട് ദേഷ്യപ്പെടുന്നു. എനിക്കിവിടെ മനഃപൂർവ്വം നീ ജോലി തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ തോറ്റു പോകുന്നതെന്ന് നീ വിചാരിക്കേണ്ടെന്നെല്ലാം അവൾ പറയുമ്പോൾ ഞാൻ നിനക്ക് മനഃപൂർവ്വം ജോലി തന്നില്ലെന്നത് ശരിയാണ്, പക്ഷെ ആ ഒരു പൊസിഷനിലെ ജോലിയേക്കാളും നിന്റെ ബുദ്ധിമുട്ടുകൾ വെച്ച് നിനക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോബാണ് ഞാൻ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനാണ് ഞാൻ ട്രൈ ചെയ്യുന്നതെന്നും അവൻ പറയുന്നുണ്ട്. നീ അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി വന്ന ആ ഒരു ജോലിയിൽ ഈ ഒരു ടിയർ അലർജി വെച്ച് നിനക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ നീ കൂടുതൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണക്ക് നാടകം കളിക്കേണ്ട, പണ്ട് തൊട്ട് നിന്റെ അടവയത് എന്റെ അച്ഛന്റെ മുന്നിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് മാസം 10 യുവാൻ വെച്ച് കൈക്കൂലി വാങ്ങിച്ചിരുന്ന നീ എന്റെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്, അന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആവേണ്ടി വന്നത് പോലും നീ കാരണമല്ലേന്നും പറഞ്ഞ് അവൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. സ്കൂളിൽ പഠിച്ചിരുന്ന ടൈം ഒരു സ്പീച്ച് കോമ്പറ്റീഷന് വേണ്ടി സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു ജിയാങ്. പക്ഷെ അവൾക്ക് ഭയങ്കര ടെൻഷൻ കയറുന്നു. അവളുടെ സ്ക്രിപ്റ്റ് കൈ വെച്ചത് കാണുന്നില്ല. ആകെപ്പാടെ അവൾ ഇപ്പം കരയുന്നുള്ള രീതിക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ എല്ലാവർക്കും ഇടയിൽ കാണികളുടെ കൂട്ടത്തിൽ യുവാൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും അവൻ അവൾക്ക് അതൊന്ന് കൊണ്ടുകൊടുത്ത് ഹെൽപ്പ് പോലും ചെയ്തില്ല. തുടർന്ന് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കെ ആകെപ്പാടെ നാണക്കേടും സങ്കടവും വന്ന് കരഞ്ഞുകൊണ്ട് അവൾ അലർജി വന്നങ്ങനെ താഴേക്ക് ബോധം കെട്ട് വീഴാണ്. ഇത് കണ്ട് എല്ലാവരും അവൾക്ക് ഇങ്ങനെ ഒരു ടിയർ അലർജി ഉണ്ടെന്ന കാര്യം ആ സ്കൂളിൽ പാട്ടാവുകയും അതിനുശേഷം അവൾ ആ സ്കൂളിൽ നിന്ന് പഠിക്കാൻ സാധിക്കാതെ ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ക്രിപ്റ്റ് കയ്യിലുണ്ടായിട്ട് മനഃപൂർവ്വം തനിക്കത് കൊണ്ടുതരാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തി ആ ട്രാൻസ്ഫറിന് കാരണക്കാരനായത് യുവാനാണെന്ന ഒരു ദേഷ്യം ജിയാങ്ങിന് അതിനുശേഷം യുവാനോട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് വല്ലാണ്ട് തണുക്കുന്നു എന്ന് റൂഫ് ടോപ്പിൽ നിന്ന് സംസാരിക്കുന്ന ടീം അവന് തോന്നുന്നുണ്ട്. അവളാണ് ഇവനോട് കലിപ്പിലുള്ളത്, അവൻ അങ്ങനെ കലിപ്പേയില്ല അവളോട്, അതുകൊണ്ട് തന്നെ അവൾക്ക് തണുക്കുന്നു തോന്നുന്നു. അവൻ പെട്ടെന്ന് അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ട് കൊടുക്കാനേ പോകുമ്പോൾ എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അവൾ ഇട്ടിരുന്ന ആ ഒരു ഹീൽസ് സ്ലിപ്പായി ആംഗിൾ ട്വിസ്റ്റ് ആയി അങ്ങനെ അവൾ വീഴാനേ പോകുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിക്കുന്ന ടീം രണ്ടുപേരുടെയും ലിപ്സ് ആക്സിഡന്റ്
ആക്സിഡന്റലി ടച്ച് ആവുന്നുണ്ട്. അതായത് അവിടെ ഒരു കിസ് നടക്കുന്ന കണക്കാണ് ആളുകൾക്ക് തോന്നുന്നത്. അപ്പോഴേക്കും ഒത്തിരി പാപ്പരാസികളും മീഡിയക്കാരും ഇവരുടെ ചുറ്റിനും കൂടി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കോട്ട് കൊണ്ട് തന്നെ ജിയാങ്ങിന്റെ മുഖം മറച്ചുകൊണ്ട് യുവാൻ ഞങ്ങളുടെ പ്രൈവസിയിൽ ഇന്റർഫിയർ ചെയ്ത എല്ലാവരും അതിന് പണിഷബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. ആക്ച്വലി ഇവരിങ്ങനെ റൂഫ് ടോപ്പിലേക്ക് സംസാരിക്കാൻ പോയപ്പോൾ തൊട്ടേ പാപ്പരാസികൾ ഇവരെ ഫോട്ടോ ഇട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം ഇവർ കപ്പിളാണെന്ന രീതിക്ക് അവിടെ ഒരു സംസാരമായിട്ടല്ല രണ്ടുപേരും മാറിപ്പോയത്. എന്തായാലും ഈ കിസിന്റെ ഇതും കൂടി കാണുമ്പോൾ എല്ലാവരും ഇവർ കപ്പിളാണെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ കാര്യങ്ങളിൽ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്ന ജിയാങ് കരയാനായി തുടങ്ങി. അത് ഈ മീഡിയക്കാരൊക്കെ പോയ ശേഷം ആ കോട്ട് മാറ്റുമ്പോഴാണ് അവൻ കാണുന്നത്. കരയാൻ തുടങ്ങി അവൾക്ക് അലർജി വരുമല്ലോ. പെട്ടെന്ന് മുഖമൊക്കെ ചുവന്ന് തുടുത്ത് അവൾ ബോധം കെട്ട് പോകുമ്പോഴേക്കും അവൻ വേഗം അവളെയും കൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടേക്ക് പോകാനേ ഒരുങ്ങുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ടീം അവളുടെ തലയിലുണ്ടായിരുന്ന ഹെയർ പിന്ന് തറയിലേക്ക് വീണിരുന്നു. അത് അങ്ങോട്ടേക്ക് കണ്ടുകൊണ്ട് വന്ന് ഡൂലെ എടുത്തു പിടിക്കുന്നുണ്ട്. ഡൂലെ ഓൾറെഡി യുവാനോട് നല്ല മത്സരമുള്ള ഒരാളാണ്. അപ്പൊ യുവാന്റെ ഗേൾ ഫ്രണ്ട് എന്ന് കരുതുന്ന പെൺകുട്ടിയുടെ ഹെയർ പിൻ ചുമ്മാതൊന്നും ഡൂലെ കയ്യിലെടുത്ത് പിടിക്കില്ല. അതിന് പിന്നിൽ ഡൂലേക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. സ്കൂളിൽ ഒരുപാട് ബുള്ളിങ് ജിയാങ്ങിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി ആ സമയത്തൊക്കെ അവളോട് നീ ഒരു ആട്ടുംകുട്ടിയെ പോലെ ഇരിക്കാതെ കുറച്ചുകൂടെ അഗ്രസീവ് ആവണം. നിനക്ക് ധൈര്യമില്ലാന്ന് പ്രതികരിക്കാൻ പറ്റാതെ അങ്ങനെ വീക്കായിരുന്ന് തോന്നുന്ന ആ ഒരു സമയത്തൊക്കെ നീ കുറച്ച് അഗ്രസീവായ അനിമൽസിന്റെ ചിത്രം വരയ്ക്കണം. അപ്പൊ നിനക്ക് കുറച്ച് ധൈര്യം കിട്ടും. വീക്കായ ക്യൂട്ടായ ഈ അനിമൽസ് അല്ല, നീ കുറച്ച് അഗ്രസീവായ രീതിയിൽ മാറണം, ഒരു വൂൾഫായി മാറണം എന്നൊക്കെ അവൻ അവൾക്ക് ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു. അവൾ പണ്ടുതൊട്ടേ ഒരു ചെമ്മരിയാട് ഫാനാണ്. അതിനെ കണക്കാണ് അവൾ എപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറണം, നിന്റെ സ്വഭാവവും അപ്പൊ ഒന്ന് നന്നായിട്ട് മാറുമെന്നൊക്കെ അവൻ അവൾക്ക് ഉപദേശിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കൂടാതെ ഒരു ഭാഗത്ത് പണ്ടുതൊട്ടേ തന്നോടുള്ള തെറ്റിദ്ധാരണ കയറി കലിപ്പായി നടക്കുന്ന ജിയാങ്ങിനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന ലക്ഷ്യത്തില് യുവാൻ. പക്ഷെ യുവാനോട് ഭയങ്കര കലിപ്പില് അവന്റെ ഒരു സഹായവും വേണ്ടെന്ന രീതിക്ക് അവനെ കാണുന്നതേ ഇഷ്ടമല്ലാതെ നടക്കുന്ന ജിയാങ്. അതിന്റെ ഇടയിൽ ഈ ഡൂലി. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.